PV അൻവർ MLA കൊമ്പ് കോർത്താൽ ഉടുമ്പിനെ പോലെയാണ്. നേരത്തെ മറുനാടൻ മറുതയുടെ കാര്യത്തിൽ നമ്മളത് കണ്ടു. ദേ ഇപ്പോൾ മലപ്പുറം SP ശശിധരൻ മാപ്രകളുടെ കൺകണ്ട ഓഫീസറാണ്. ഇത്രയും മികച്ചൊരു IPS ഓഫീസർ ഇനിയിപ്പോൾ പിറക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവരുടെ ഒരു വെപ്പ്. പക്ഷേ ഈ അടുത്ത ദിവസം മലപ്പുറം ജില്ലാ പോലീസ് അസോസിയേഷനിൽ SP എടുത്ത് MLA ഒന്ന് ഉടുത്തു. വെറുതെ അല്ല, കയ്യിലിരിപ്പ് കൊണ്ടാണ്. സാധാരണക്കാർക്കായിട്ടുള്ള പല കാര്യങ്ങളിലും ചില ഉദ്യോഗസ്ഥർ ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്നുള്ള നിലയ്ക്ക് ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നൊരു സാഹചര്യമുണ്ട്. മനുഷ്യത്വപരമായി ചെയ്തു കൊടുക്കാം, പക്ഷേ എനിക്ക് മനുഷ്യത്വമല്ല. ആ മനുഷ്യത്വം ഒരു മനുഷ്യരോടും ഞാൻ കാണിക്കത്തില്ല. അക്കാര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യത്തുമില്ല. കാര്യം ചെയ്യും, അതിന് എൻ്റെ മകനോ എൻ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആണെങ്കിൽ ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. അങ്ങനെ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് SP-യും MLA-യും നേരിട്ട് കൊമ്പ് കോർക്കുന്ന സാഹചര്യമുണ്ടായത്. അതിനുശേഷം മാപ്രകൾ SP-യുടെ പിന്നിൽ അണിനിരന്നു. ഈ ഹരിചന്ദ്രൻ ഓഫീസറെ MLA പരസ്യമായി അധിക്ഷേപിച്ചു എന്ന രീതിയിൽ ഏഷ്യാനെറ്റിനും മനോരമയ്ക്കെല്ലാം കുരു പൊട്ടി ഒലിച്ചു. IPS അസോസിയേഷൻ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് MLA-യുടെ മൂക്ക് ചെത്തുമെന്നുവരെ അവർ പ്രഖ്യാപനം നടത്തി. എന്നിട്ടിപ്പോൾ എന്തായി? നേരത്തെ പറഞ്ഞതുപോലെ പിടിച്ച ഉടുമ്പ് പോലെയാണ്. കഴിഞ്ഞ ദിവസം നേരെ SP-യുടെ ഓഫീസിൽ മരം മുറിച്ച് കടത്തിയെന്ന പരാതി അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ അങ്ങ് കയറി ചെന്നു. എന്നിട്ട് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഇങ്ങനെയൊന്ന് കേട്ടെ. ഔദ്യോഗികമായിട്ട് താമസിക്കുന്ന വസതിയാണ്. അപ്പോൾ സാറ് ഇങ്ങോട്ട് കയറാൻ പെർമിഷൻ എനിക്ക് തന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ വസതിക്ക് കയറുന്നില്ല. ഇവിടുന്ന് മുറിച്ചു പോയ മരത്തിന്റെ കുറ്റി നോക്കാനാണ് വന്നത്. ഇവിടുന്ന് കളവായി മുറിച്ച മരം, റെക്കോർഡിലുള്ള മരം, ആ മരം മുറിച്ചത് അങ്ങനെ കളവാണ്. ഒഫീഷ്യലായിട്ട് എഴുതി തരണം. ഒന്നും വേണ്ട സാറ് ഓഫീസിൽ പോയിട്ട് സാറ് കണ്ടിട്ട് എനിക്ക് അയാൾ ഓഫീസിൽ പോകേണ്ട പണിയല്ല. അയാളെ ക്യാമ്പ് ഓഫീസിലേക്ക് വന്നു. ഇതും ഓഫീസാണ്. എന്തതിന്റെ പേര്? പോലീസ് ക്യാമ്പ് ഓഫീസ്. SP ക്യാമ്പ് ഓഫീസല്ലേ? ക്യാമ്പ് ഓഫീസ്. സാർ അവിടെ ഒരു ബോർഡ് എന്തത്? അനുവാദം കൂടാതെ അനുവാദത്തിനാണല്ലോ ചോദിക്കുന്നത്. അനുവാദം എന്നോട് ചോദിക്കുന്നത്. SP സാർ അനുവാദമാണ്. അപ്പൊ അയാൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇവിടുന്ന് അനുവാദം വാങ്ങിയിട്ടാണ് അകത്തേക്ക് പോവാൻ. ഇവിടെ ആരും വരാറില്ല സാറ് കാണാൻ. ആളെ കാണാൻ വരാത്ത അയാൾ മനുഷ്യരായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. ക്യാമ്പ് ഓഫീസിൽ മനുഷ്യന്മാർ കാണാൻ വരും. DP ഒക്കെ പോകണ്ടല്ല. ഞാൻ ഇയാൾ മുറിച്ച മരത്തിന്റെ കുറ്റിയാണ് വന്ന DPI പോയ മരം കാണുമോ? കാണുമോ? അല്ല, നിങ്ങൾക്ക് അടുത്ത കുഴപ്പമില്ല. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ എന്നെ തടുക്കുകയാണ് അല്ലേ? എനിക്കത് കയറി ഈ SP-യുടെ ക്യാമ്പ് ഓഫീസിൽ MLA-ക്ക് കയറി അത് നോക്കാൻ പാടില്ല. ക്യാമ്പ് ഓഫീസിലേക്ക് കയറാൻ പാടില്ല. പെർമിഷൻ വേണം. അയാൾ അങ്ങേര് എഴുതി തരണം. പിന്നെ അല്ല, നിങ്ങൾ വിളിച്ചു ചോദിക്കും. പിന്നെ ആർക്ക് എന്താ PSOക്ക് അവനോട് പറയും. എന്തൊക്കെ നിങ്ങൾ ഒരു സീനിയർ ഓഫീസറെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല. ID നമ്പറൊക്കെ ലോകത്തെല്ലാ നമ്പറും കിട്ടില്ല. നിങ്ങളുടെ ഹയർ ഓഫീസറുടെ ഒരു വീടിന് കാവലിൽ നിൽക്കുക. ആ ഓഫീസറുടെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല. PSO അയാളെ തന്നെ വിളിക്കാമല്ലോ. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല അയാളെ വിളിക്കാൻ. പിന്നെന്താ? ഹയറാർക്കി ലെവലിൽ PSOനെ വിളിക്കാൻ എന്താ പറയണോ? ഞാൻ ഇങ്ങനെ കാണാൻ വന്നല്ല, മരം കാണാൻ വന്നാന്ന് പറയൂ. ഞാൻ മരത്തിന്റെ കുറ്റി കാണാൻ വന്നാ മുറിച്ചേ. അത് കാണാൻ പെർമിഷൻ ഉണ്ടോ ഇല്ലെന്ന് അറിയണ്ട്. നിങ്ങൾ മരം മുറിച്ച് വെക്കുക, എന്നിട്ട് കയറി ഉണ്ടോ നോക്കാൻ പറ്റില്ല. കാരണം സാറ് പറഞ്ഞത് അതാണ്. എനിക്കത് അല്ല, നിങ്ങളത് അംഗീകരിച്ചാൽ മതി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അകത്തോട്ട് ആരും കിടത്തുന്നാന്ന് പറഞ്ഞു. അത് ക്യാമ്പ് ഓഫീസിലേക്ക് ആരും കിടത്തണ്ട. MLA ആണെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു MLA ആണെങ്കിൽ കിടത്തണ്ട പറഞ്ഞു. ഇപ്പൊ സാർ ആ പെർമിഷൻ തന്നിട്ടില്ല. സാറ് ഞാൻ അങ്ങനെ കാണാൻ അവിടെ പോകുന്നു. ഞാൻ ഈ മരത്തിന്റെ കുറ്റിയാണ് അവനാണ്. അത് നോക്കാം. നമ്മൾ കയറി കാണും. MLA വരുന്നു എന്നറിഞ്ഞിട്ട് SP പുറത്തിറങ്ങിയിട്ടില്ല. നല്ല മര്യാദരാമനായിട്ടുള്ള SP-ആണ്. കാര്യം SP എന്ന് പറഞ്ഞാൽ അതും കൺഫേർഡ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ രാജാവിന് സമമെന്ന് ചില സംഘി മനസ്സുള്ള ഉദ്യോഗസ്ഥർക്ക് തോന്നാറുണ്ട്. അതിൻ്റെ ഒരു ഹാങ് ഓവറാണ് കാട്ടിയത്. പക്ഷേ പുള്ളി വിടൂ. പുള്ളി ഒറ്റയാൾ സമരം കൂടി ആരംഭിച്ചു. അതുപോലെ തന്നെ തേക്കുമരം ADGP അജിത് കുമാർ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പരാതിയുടെ വസ്തുത അതറിയണ്ടേ? ആ പറയുന്നത് ശരിയാണ്. മറുപടിയില്ല. സ്വാഭാവികമായും ഒരു MLA വന്നിട്ട് എന്താണ് ക്യാമ്പ് ഓഫീസാണ്, ക്യാമ്പ് ഹൗസല്ല. ആരും അവിടെ കയറിയിട്ടില്ല. കാര്യങ്ങൾ പറയാം. അത് അവിടെ ഇല്ല. ഞാൻ പോലീസുകാരനോട് പറഞ്ഞു അറിയാം.
ക്യാമ്പ് ഓഫീസിന്റെ മുമ്പിലാണ് ഒരു കോടതിയുടെ പോലീസുകാരൻ പറഞ്ഞത് ഇങ്ങോട്ട് ആരും വരാറില്ല, അതുകൊണ്ട് സാറിനെയും കണക്കില്ല. അതാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, ഇത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അല്ല, അത് അദ്ദേഹത്തിന്റെ അല്ല, അതാണ് അറിയേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാര്യങ്ങളൊന്നും അറിയണമല്ലോ. ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന കാര്യമില്ല. ഇത് കോടതിയുടെ മേൽനോട്ടം അന്വേഷിക്കണം. ഈ കേസ് കഴിഞ്ഞതാണ് വണ്ടി പറയുന്നതല്ല. നിങ്ങൾ ഇന്നലെ വൈകുന്നേരം 4:30 ഞാനിവിടെ വരുന്നത്. ആ സമയത്ത് പാറാവിൽ നിന്ന പോലീസുകാരൻ പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടാലും അദ്ദേഹമാണ് പറയുന്നത്. കടത്തി വിടണ്ട എന്ന് പറഞ്ഞ് എസ് പി പറഞ്ഞു. എന്നാ പോലീസുകാരൻ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? പോലീസുകാരനെ സംബന്ധിച്ച് അയാളെ സാധുവം ചെയ്യാൻ പറ്റും. എസ് പിയുടെ നിർദ്ദേശം പാലിക്കാനല്ലേ അദ്ദേഹത്തിന്. പിന്നെ ഞാൻ മുമ്പിലേക്ക് വരുന്നു. ഇവിടെ കുട്ടികൾ സമരം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ വരെ ജില്ലാ പോലീസ് അരുൺ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ പരാതിക്കാരനായിട്ടുള്ള ആള് ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഒരു സബ് ഇൻസ്പെക്ടറാണ്. എസ് പിക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുത്ത പരാതിയാണ്. അദ്ദേഹത്തിന് വേറൊരു കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഇതിന്റെ പിന്നാലെ പോകുന്നത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലാണുള്ളത്. അദ്ദേഹമാണ് പരാതി കൊടുത്തത്. ആ പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് ചോദിച്ചത്. അതാണ് വിഷയം. മറുപടി പോലും തരാൻ തയ്യാറാക്കാണ്ടാണല്ലോ ഇത്രയും ദിവസം കാത്തിരുന്നത്. എന്നിട്ട് ഈ പറയുന്ന പരാതിയിൽ വസ്തുതയിലൊക്കെ ഇതിന്റെ കുറ്റി എവിടെ ഉണ്ടാവുമല്ലോ. അത് കണ്ടാൽ നമുക്കറിയാലോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തു. ഞാൻ അങ്ങോട്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിനങ്ങോട്ട് കയറാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ കളവിന് അദ്ദേഹം കൂട്ടുനിൽക്കല്ലേ. അദ്ദേഹത്തിന് കൃത്യമായി ഇന്ന് നിലവിലുള്ള മലപ്പുറം എസ് ഈ കളവിന് കൂട്ടുനിന്നതിന് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കണ്ടേ? കളവിന് കൂട്ടുനിൽക്കാൻ അതല്ലേ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പിന്നെ പറഞ്ഞത് ഈ ലൈഫ് പദ്ധതിക്ക് സർക്കാരിൻ്റെ അണ്ടർമൈൻ ചെയ്തിട്ടുള്ള അല്ല, ഞാനൊരു 2 മണിക്കൂർ ഫ്രൈഡേ ആണ് 12:30 മണി വരെ സമരപ്പെട്ടത്. 12:30 മണി വരെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വിശദമായ പരിശ്രമങ്ങളും ഇല്ല ഞാനിപ്പോ ക്യാമ്പ് ഓഫീസിലേക്ക് ഞാൻ കയറുന്ന പ്രശ്നമില്ല. ആ സമയം നമുക്ക് കയറാം. ഈ കളവിനെ കുറിച്ച് ക്രൈംബ്രാഞ്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ കളവിനെ കുറിച്ച് ക്രൈംബ്രാഞ്ച് കൃത്യമായി അന്വേഷിക്കണമെന്ന് തന്നെയാണ് എന്റെ ആവശ്യം. മാത്രമല്ല, ഇതിനൊക്കെ പിന്തുണ കൊടുക്കുന്ന ADGP അജിത് കുമാറാണ്. അദ്ദേഹം ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ധൈര്യം.
ഈ കളവിന് അദ്ദേഹം കൂട്ടുന്നുണ്ട്. ഇവിടെ പല കാര്യത്തിലും അദ്ദേഹം കൂട്ടുനിൽക്കുന്നുണ്ട്. അതിന്റെ വിശദമായ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഈ ആഴ്ചയിൽ ഇതെല്ലാം ഞാൻ ഈ ജനങ്ങളെ അറിയിക്കാനുള്ള തീരുമാനത്തിലാണ്. ഇങ്ങനെ വിടാൻ കഴിയും? ഒരു വിഭാഗം പോലീസിലെ ഒരു പറയും എന്റെ ആക്ഷേപം അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അന്വേഷിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവും. ആ പരാതി ശ്രീജിത്ത് കൊടുത്ത പരാതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ പരാതിയിൽ നമ്മൾ പത്രസമ്മേളനത്തിൽ നമ്മൾ നൽകുന്നുണ്ട്. സോഷ്യൽ ഫോറസ്റ്റിന് കൊടുത്ത വിലയുടെ എസ്റ്റിമേറ്റ് അതിലുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ ട്രീ കമ്മിറ്റിയുടെ തീരുമാനങ്ങളുണ്ട്. ഇതിനെല്ലാം മറികടന്നിട്ടാണ് ഇവർ സ്വകാര്യമായിട്ട് ഈ മരം കടത്താൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അവിടെ കടി കൊണ്ടുപോയി, സ്വാഭാവികമല്ലേ, കടി അവരെ കൊണ്ടുപോയി. ഒന്നാമത് എടുത്തു അവിടെയും നിർത്തിയില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായൊരു മറുപടി കൊടുത്തിട്ട് SP-യെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാനുള്ള ഉദ്ദേശത്തിലാണ്. കൊള്ളരുതായ്മ ചെയ്ത ഉദ്യോഗസ്ഥരും ശശിധരൻ്റെ IPS ഉങ്ക് കാരണം മുൻ SP-മാർ കൂടി പെടുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. കാര്യം പോലീസിൻ്റെ ക്യാമ്പ് ഹൗസിൽ നിന്ന മരങ്ങളാണ് നിയമപരമല്ലാതെ മുറിച്ച് കടത്തിയത്, മതിയായ അനുമതിയില്ലാതെ. ഒപ്പം മരത്തിന് നിശ്ചയിച്ച തുക നൽകാതെയും ചിലർ പൊക്കിക്കൊണ്ടുപോയ കഥകൾ കൂടി തുറന്നടിച്ചതോടെ IPS മേഖലയിലെ ചില ഉദ്യോഗസ്ഥന്മാർ ആകെ പെടുന്നൊരവസ്ഥയെത്തി. ഒപ്പം MR അജിത് കുമാറും. അങ്ങനെ ശശിധരൻ എന്ന IPS ഏമാൻ MLA-യുമായി കയറി മുട്ടിയത് കാരണം പോലീസ് ഉന്നത മേഖലയിലെ ചിലർക്കാണ് ഇതിൻ്റെ പണി കൂടി കെട്ടുന്നത്. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ പിൻവാങ്ങുകയുള്ളൂ എന്ന ഉറച്ച നിലപാടിലാണ്. ഒന്നുകിൽ ശശിധരനെ ജില്ലയിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ അയാളുടെ ഹുങ്കിൻ്റെ കൊമ്പൊടിക്കും. ഇതിൽ രണ്ടിലൊന്ന് തീരുമാനമാക്കാൻ രണ്ടും കൽപ്പിച്ചാണ് PV അൻവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം എവിടെയെങ്കിലും കൈവച്ച ആ കൈവയ്ക്കുന്നതിൽ വലിയ റിസൾട്ട് ഉണ്ടാവുമെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മറുനാടൻ മറുത, ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങി പല ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. ഇപ്പോൾ അത് മലപ്പുറം SP ശശിധരനാണ് അടുത്ത ഇര, അല്ലെങ്കിൽ അടുത്ത ചെസ് നമ്പർ. എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം.